In the table above, find the position of the numbers that are terms of the respective sequence. അതായത് നമ്മൾ നേരത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ചില ടേംസ് ചില സീക്വൻസിലെ ടേംസ് ആണെന്ന് ചെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടേംസ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയായിരുന്നു ആദ്യം കിട്ടിയിരുന്നത്? ഫസ്റ്റ് സീക്വൻസിൽ 11, 22, 33 എന്ന സീക്വൻസിൽ 132 ടേം ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 132 എത്രാമത്തെ ടേം ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 132 nth ടേം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സീക്വൻസിലെ സെക്കൻഡ് ടേം എന്താ 22 ആണല്ലേ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം 22 ആണെന്ന് നമുക്കറിയാം. 132 nth ടേം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് n എത്രയാണെന്ന് കാണാം, കാരണം n അല്ല പൊസിഷൻ. ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 11ഉം 22 അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആയതുകൊണ്ട് അവരുടെ ഡിഫറൻസ് എന്താണ്? 22 മൈനസ് 11. അത് എത്രയാണ്? 11 ആണല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 11 ആണ്. നമുക്കറിയാം സെക്കൻഡ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ n-ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, n-2. അപ്പോൾ n-2d അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് nth ടേം കിട്ടുക അല്ലേ? അതായത് സെക്കൻഡ് ടേം പ്ലസ് n-2d = nth ടേം. സെക്കൻഡ് ടേം എത്ര? 22 അല്ലേ? അപ്പോൾ 22 പ്ലസ് n-2d = nth ടേം എത്രയാണ്? 132. ഓക്കെ, d എത്ര? 11 അല്ലേ? അപ്പോൾ 22 പ്ലസ് n-2 ഇൻറ്റു 11 = 132. ദാറ്റ് ഈസ് 22 പ്ലസ് n-2 ഇൻറ്റു 11 എന്ന് വെച്ചാൽ എന്താണ്? n ഇൻറ്റു 11 അത് എത്രയാണ്? 11n. പിന്നെ എന്താണ്? -2 ഇൻറ്റു 11 അത് എത്രയാണ്? -22 = 132. അപ്പോൾ 22 - 22 0 ആണ്. പിന്നെ 11 n = 132. അപ്പോൾ n എന്തായിരിക്കും? n കാണാൻ വേണ്ടിയിട്ട് ഈ 11 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 11നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 11 ആകും. സോ n = 132 ബൈ 11. അതെത്രയാണ്? 12 ആണല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 12 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 132 ഈസ് 12th ടേം. nth ടേം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? 132നെ നമ്മൾ അസ്യൂം ചെയ്തത്. n എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12th ടേം ആണ് ഈ സീക്വൻസിൽ. ഓക്കെ, ഇനി മുമ്പത്തെ സീക്വൻസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏതാണ്? 12, 23, 34 എന്ന സീക്വൻസിലെ ടേം 100 ടേം ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 100 എത്രാമത്തെ ടേം ആണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് nth ടേം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, പിന്നെ ഈ സീക്വൻസിൽ എന്താണ്? ഫസ്റ്റ് ടേം നമുക്ക് എത്ര അറിയാം? 12 ആണെന്ന് അറിയാം അല്ലേ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് d. അപ്പോൾ 12ഉം 23 അടുത്തടുത്തുള്ള ടേംസ് ആയതുകൊണ്ട് അവരുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. 12ൻ്റെയും 23യുടെയും ഡിഫറൻസ് എന്താ? 23 - 12 അത് എത്രയാണ്? 11 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക. അതിനുവേണ്ടി n-ൽ നിന്നും 1 കുറക്കുക. n-1 എന്താ? n-1 ആണ് അല്ലേ? അപ്പോൾ n-1 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ n-1d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് nth ടേം കിട്ടുക അല്ലേ? അതായത് ഫസ്റ്റ് ടേം പ്ലസ് n-1d = എന്താണ്? nth ടേം. ഫസ്റ്റ് ടേം 12 അല്ലേ? അപ്പോൾ 12 പ്ലസ് n-1 ഇൻറ്റു d = nth ടേം എത്രയാണ്? 100. ഓക്കെ, ദാറ്റ് ഈസ് 12 പ്ലസ് n-1 ഇൻറ്റു d എത്രയാണ്? 11 = 100. ദാറ്റ് ഈസ് 12 പ്ലസ് n-1 ഇൻറ്റു 11 എന്താണ്? ആദ്യം n ഇൻറ്റു 11 അത് എത്രയാണ്? 11n. പിന്നെ -1 ഇൻറ്റു 11 അത് എത്രയാണ്? -11 = 100. ദാറ്റ് ഈസ് 12 - 11 എത്രയാണ്? 1 ആണല്ലേ? അപ്പോൾ 1 പ്ലസ് 11n = 100. അപ്പോൾ 11n ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 1നെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ +1നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആകും. സോ 11n = 100 - 1.
ദാറ്റ് ഈസ് 11n is equal to എന്താണ് 100 minus 1 എത്ര 99 ആണ് അല്ലേ. അപ്പോൾ n എന്തായിരിക്കും? എന്നെ കാണാൻ വേണ്ടിയിട്ട് 11 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 11നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 11 ആകും. സോ n is equal to 99 by 11. 99 by 11 എത്ര 9 ആണ് അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. അപ്പോൾ nth ടേം അല്ലേ നമ്മൾ 100 എടുത്തിട്ടുള്ളത്. n എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9th ടേം ആണ് 100 അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? സോ 100 ഈസ് 9th ടേം ഓഫ് ദി സീക്വൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സീക്വൻസ് ഏതാണ്? 21, 32, 43 എക്സെട്ര ആണ് അല്ലേ. അപ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ 21ഉം 32ഉം അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ 21ൻ്റെയും 32ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 32 മൈനസ് 21, അത് എത്രയാണ്? 11 തന്നെയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തേർഡ് സീക്വൻസിൽ 1000 ആണ് ടേം അല്ലേ. 1000 ഈ സീക്വൻസിലെ ടേം ആണെന്ന് കണ്ടു. 100 അല്ല, പക്ഷെ 1000 എത്രാമത്തെ ടേം ആണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് nth ടേം ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ nth ടേം ഈസ് ഈക്വൽ ടു 1000 ആണെന്ന് അസ്യൂം ചെയ്യാം. പിന്നെ നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് ടേം 21 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക? അത് കിട്ടാൻ വേണ്ടി എന്നിൽ നിന്നും 1 കുറക്കുക. n-1 ആണ് അല്ലേ. അപ്പോൾ n-1 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ n-1 d കൂട്ടുമ്പോഴാണ് എന്ത് nth ടേം കിട്ടുക അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് n-1 d is equal to nth ടേം. ഫസ്റ്റ് ടേം 21 അല്ലേ. അപ്പോൾ 21 പ്ലസ് n-1 ഇൻറ്റു d, d എത്രയാണ്? 11 ആണ് അല്ലേ. is equal to nth ടേം എത്രയാണ്? 1000. ദാറ്റ് ഈസ് 21 പ്ലസ് n-1 ഇൻറ്റു 11 എന്ന് വെച്ചാൽ അത് n ഇൻറ്റു 11, 11n. പിന്നെ എന്താ? -1 ഇൻറ്റു 11 -11 is equal to 1000. ദാറ്റ് ഈസ് 21 മൈനസ് 11 എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ 10 പ്ലസ് 11n is equal to 1000. ഓക്കെ, അപ്പോൾ 11n കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 10നെ ആഡ് ചെയ്ത് വെക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 10നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -10 ആകും. സോ 11n is equal to 1000 minus 10. ദാറ്റ് ഈസ് 11n is equal to 1000 minus 10 എത്രയാണ്? 990 ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് n കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 11നെ മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ ഇൻറ്റു 11നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 11 ആകും. സോ n is equal to 990 by 11. 990 by 11 എത്രയാണ്? 90 ആണല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. അപ്പോൾ nth ടേമില്ലേ 1000 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1000 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 90th ടേം. നമുക്കറിയാം. സോ 1000 ഈസ് 90th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇനി ഫോർത്ത് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/4, 1/2, 3/4 ആണ്. അപ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ 1/4, 1/2 അടുത്തടുത്തുള്ള ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ്. 1/4ൻ്റെയും 1/2ൻ്റെയും ഡിഫറൻസ് എന്താണ്? 1/2 മൈനസ് 1/4. അത് എത്രയാണ്? ഹാഫ് മൈനസ് ക്വാർട്ടർ എന്ന് പറയുന്ന ക്വാർട്ടർ ആണ് അല്ലേ. അല്ലെങ്കിൽ അരയിൽ നിന്നും കാൽഭാഗം പോയാൽ കാൽഭാഗം, അതായത് 1/4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ 3ഉം 4ഉം ഈ സീക്വൻസിലെ ടേംസ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ 3ഉം 4ഉം എത്രാമത്തെ സീക്വൻസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് nth ടേം എത്രയാണ്? 3 ആണെന്ന് അസ്യൂം ചെയ്യാം. അതേപോലെ mth ടേം 4 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സീക്വൻസിലെ സെക്കൻഡ് ടേം എന്താണ്? 1/4 ആണ്, 1/2 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 1/2ൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ n-ൽ നിന്നും ഈ 2 മൈനസ് ചെയ്യുക. n-2 ആണല്ലേ. അപ്പോൾ n-2 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ n-2d ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക അല്ലേ.
അതായത് സെക്കൻഡ് ടേം പ്ലസ് n മൈനസ് 2 ഡി ഈസ് ഈക്വൽ ടു nth ടേം. സെക്കൻഡ് ടേം എന്താ 1/2 അല്ലേ? അപ്പോൾ 1/2 പ്ലസ് n മൈനസ് 2 ഡി, n മൈനസ് 2 ഡി എത്രയാണ്? 1/4 അല്ലേ? ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു nth ടേം എത്രയാണ്? 3. ഓക്കെ, ദാറ്റ് ഈസ് 1/2 പ്ലസ് n മൈനസ് 2 ഇൻറ്റു 1/4 എന്ന് വെച്ചാൽ എന്താ? n ഇൻറ്റു 1/4 എന്താ? n/4. പിന്നെയോ മൈനസ് 2 ഇൻറ്റു 1/4 എന്ന് വെച്ചാൽ മൈനസ് 2/4. മൈനസ് 2/4 എന്ന് വെച്ചാൽ എന്താ? മൈനസ് 2/4 എന്ന് വെച്ചാൽ മൈനസ് 2നെ നമുക്ക് 2 ഇൻറ്റു 1 എന്ന് എഴുതാം, ബൈ 4നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2 ഡിനോമിനേറ്ററിലുള്ള 2 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള 1/2 ആണ് അല്ലേ? ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് 1/2 ആണ് ഇത്. ഓക്കെ, മൈനസ് 2 ഇൻറ്റു 1/4 എന്ന് വെച്ചാൽ എന്താ? മൈനസ് 1/2 ഇസ് ഈക്വൽ ടു പിന്നെ ഈ 3യും. ഓക്കെ, അപ്പോൾ 1/2 മൈനസ് 1/2 0 ആണ്. അപ്പോൾ ബാക്കിയുള്ള n/4 ഈസ് ഈക്വൽ ടു 3. ഇതിൽ നിന്നും n കാണാം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 4നെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ ബൈ 4നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. സോ n ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 12 ആണ്. nth ടേം ആണ് 3. സോ 3 ഈസ് 12th ടേം. ഓക്കെ, അതേപോലെ ഇനി 4 ഈ സീക്വൻസിൽ എത്രാമത്തെ ടേം ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ mth ടേം ആണ് 4 ആയിട്ട് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ സീക്വൻസിലെ സെക്കൻഡ് ടേം എന്താണ്? രണ്ടാമത്തെ ടേം എന്താണ്? 1/2 ആണ് അല്ലേ? 1/4 1/2 3/4 എന്ന സീക്വൻസിലെ രണ്ടാമത്തെ ടേം 1/2 അല്ലേ? ഒന്നാമത്തെ ടേം 1/4 അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് mth ടേം കിട്ടുക? അതിനു വേണ്ടി എമ്മിൽ നിന്ന് 2 മൈനസ് ചെയ്യുക, m മൈനസ് 2 ആണ് അല്ലേ? അപ്പോൾ m മൈനസ് 2 ഡി അത്രയും കോമൺ ഡിഫറൻസ്, m മൈനസ് 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് mth ടേം കിട്ടുക അല്ലേ? അതായത് സെക്കൻഡ് ടേം പ്ലസ് m മൈനസ് 2 ഡി ഈസ് ഈക്വൽ ടു mth ടേം. സെക്കൻഡ് ടേം എത്രയാണ്? ഹാഫ് അല്ലേ? അപ്പോൾ ഹാഫ് പ്ലസ് m മൈനസ് 2 ഇൻറ്റു ഡി, ഡി എത്രയാണ്? 1/4 ഈസ് ഈക്വൽ ടു എന്താണ്? nth ടേം എത്രയാണ്? 4. ദാറ്റ് ഈസ് ഹാഫ് പ്ലസ് m മൈനസ് 2 ഇൻറ്റു 1/4 എന്താണ്? m ഇൻറ്റു 1/4 എന്താ? m/4. പിന്നെയോ മൈനസ് 2 ഇൻറ്റു 1/4 നമ്മൾ നേരത്തെ കണ്ടു, എന്താ? മൈനസ് 1/2 ആണ്, നേരത്തെ നമ്മൾ കണ്ടില്ല. ഇസ് ഈക്വൽ ടു ഈ 4 അല്ലേ? അപ്പോൾ 1/2 മൈനസ് 1/2 0 ആണ്, പിന്നെ ബാക്കിയുള്ള m/4 ആണ്. m/4 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതിൽ നിന്നും എമ്മിൻ്റെ വാല്യൂ കാണാം, അതിന് വേണ്ടിയിട്ട് ഇവിടെ 4നെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഈ ബൈ 4നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. സോ m ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4, ദാറ്റ് ഈസ് 16 ആണ് അല്ലേ? അപ്പോൾ mth ടേമാണ് നമ്മൾ 4 എടുത്തിട്ടുള്ളത്. സോ 4 ഈസ് mth ടേം അല്ലെങ്കിൽ 16th ടേം. ഈ സീക്വൻസിലെ 16th ടേം ആണ് 4. ഓക്കെ, ഇനി 5th സീക്വൻസിൽ എന്താണ്? 3/4 1.5 2 1/4 ഇതാണ് സീക്വൻസ്. ഈ സീക്വൻസിൽ ഡി നമ്മൾ കണ്ടിരുന്നു, അത് എത്രയാണ്? നമ്മൾ കണ്ടു 3/4 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ സീക്വൻസിലെ ടേം ആണ് 3 എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ 3 എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 3 നമുക്ക് nth ടേം ആയിട്ട് എടുക്കാം. nth ടേം ഈസ് ഈക്വൽ ടു 3 എന്നെടുക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ടേം എന്താ? 3/4 ആണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക? അതിന് വേണ്ടി എന്നിൽ നിന്നും 1 മൈനസ് ചെയ്യുക, n മൈനസ് 1 ആണല്ലേ? അപ്പോൾ n മൈനസ് 1 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ n മൈനസ് 1 ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് nth ടേം കിട്ടുക അല്ലേ? അതായത് ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഡി ഈസ് ഈക്വൽ ടു nth ടേം. ഫസ്റ്റ് ടേം എന്താ? 3/4 അല്ലേ? പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, ഡി എത്രയാണ്? 3/4 ഈസ് ഈക്വൽ ടു nth ടേം. nth ടേം 3. ഓക്കെ, ദാറ്റ് ഈസ് 3/4 പ്ലസ് എന്താണ്? n മൈനസ് 1 ഇൻറ്റു 3/4 എന്ന് വെച്ചാൽ n ഇൻറ്റു 3/4 എന്താണ്? 3n/4. ഓക്കെ, പിന്നെ മൈനസ് 1 ഇൻറ്റു 3/4 എന്ന് വെച്ചാൽ എന്താ? മൈനസ് 3/4 ഈസ് ഈക്വൽ ടു ഈ 3യും. ഓക്കെ, അപ്പോൾ 3/4 മൈനസ് 3/4 0 ആണ്, ബാക്കിയുള്ളത് 3n/4 ഈസ് ഈക്വൽ ടു ഈ 3യും. ഓക്കെ, അപ്പോൾ ഇവിടെ 4നെ ഇവിടെ ബൈ ചെയ്തേക്കില്ല, അപ്പോൾ ഈ ബൈ 4നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 4 ആകും. സോ 3n ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4.
ദാറ്റ് ഈസ് 3n ഈസ് ഇക്വൽ ടു 12 അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് n കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ 3 ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 3 കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ n ഈസ് ഇക്വൽ ടു 12/3. അത് എത്രയാണ്, 4 ആണ് അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ nth ടേം 3 അല്ലേ, അപ്പോൾ 4th ടേം ആണ് 3. സോ 4th ടേം ഈസ് 3, അല്ലെങ്കിൽ 3 ഈസ് 4th ടേം ഓഫ് ദിസ് സീക്വൻസ്, അല്ലെങ്കിൽ 3യുടെ പൊസിഷൻ എന്താണ്, 4 ആണ്. ഓക്കെ.